അയ്യോ കർത്താവേ, പിന്നെയും തുടങ്ങി. ഇതെന്നെ കൊണ്ടേ പോളുന്നാ തോന്നുന്ന. എനിക്കിപ്പോ വയറ്റുവലി മാറിയച്ചാ? വയറ്റുവലി മാറല്ലേ, ഇപ്പൊ നെഞ്ചരിച്ചിൽ വന്നാച്ച്. കൊഞ്ചം തണ്ടി വേണം. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ കർത്താവേ, രക്ഷിക്കണേ. അയ്യോ വെള്ളം. തല ചുറ്റുന്നേ. അയ്യോ വീശ് വീശ് വീശ്, വൃത്തിയായിട്ട് വീശ്. കുട്ടിയെ കണ്ടില്ലായിരുന്നെങ്കിൽ തറ വീണ് തല പൊട്ടിയാനെ. അയ്യോ ഭാഗ്യമായി പോയി, ദൈവമായിട്ട് കൊണ്ടുവന്നാണ്. അയ്യോ വീശ് വീശ്. നന്നായിരിക്കുന്നു. അയ്യടാ അങ്ങനെ. അയ്യോ ആശ്വാസമായി. അയ്യോ കർത്താവേ. അയ്യോ അച്ഛനായിരുന്നു. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. എന്റെയും തെറ്റിയില്ല. കേറാൻ വേണ്ടിയില്ലേ? കേറാൻ പോവല്ലേ? പോ. അലവലാതി. ആ പെണ്ണിനെ കണ്ടിട്ടായിരുന്നല്ലേ എന്റെ വയറുവേദന? എന്റെ അച്ചായോ, കർത്താവാണ് സത്യത്തിലേക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഇത് വയറുവേദനയല്ല, നിന്റെ മറ്റേ ശ്രീകൃഷ്ണനെ പോലെ ആ പെണ്ണിന്റെ മടിയിലുള്ള കിടപ്പ് ഉണ്ടായിരുന്നു. നാണോ അതിനൊക്കെ? ഓ, അപ്പൊ ഇത് കാണാനായിരുന്നോ നാഗപട്ടണത്ത് പോയാൽ തിരിച്ചു നേരെ ഇങ്ങോട്ട് പോകുന്നത്? ഇനി ഇത് ഞാൻ നേരെ അപ്പച്ചനോട് വിളമ്പേനെ എന്നെയും. അപ്പച്ചൻ ഹൈ പ്രഷറുള്ള പാർട്ടിയാണെന്ന് ഓർത്തോ? എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് മാമയാണോ? ഓ, ഇനിയിപ്പോ അതൊക്കെ ആവാൻ പോകുന്നത് മോശമല്ലേ? സാറ് വലിയ ഡീസന്റ് ഒന്നാവണ്ട. പുല്ലുവിളെ പൗലോസിന്റെ മോൾ അന്നക്കുട്ടിയായിട്ടുള്ള കേസിട്ടൊക്കെ എനിക്കും അറിയാം. അന്നക്കുട്ടിയുടെ കേസ്? അതെന്നെ കേട്ടെ. ഓ, ഈ പ്രേമവും കത്ത് കൊടുക്കലും റബ്ബർ തോട്ടത്തിൽ വെച്ചുള്ള സന്ധിപ്പും ഇതൊന്നും ആരും അറിഞ്ഞില്ലെന്ന് കരുതണ്ട. അതാണ് കാര്യം. ഞങ്ങള് തമ്മില് സിൻസിയർ ആയിട്ടുള്ള ഡീപ്പ് ലവ് ആയിരുന്നു. ദൈവികമായ പ്രേമം. ദൈവിക പ്രേമം? എന്താ ദൈവം പ്രേമിച്ചടക്കായിരുന്ന? എടാ ഈ ദിവ്യമായ പ്രേമം എന്നൊക്കെ പറഞ്ഞാ നിനക്ക് എന്നാവോ പറയാം? സാരിത്തുമ്പോണ്ടല്ലോ ഉടനാണെന്നല്ലോ നിനക്ക് പ്രേമം. ദൈവിക പ്രേമമായതുകൊണ്ട് അന്നക്കുട്ടി അവളുടെ പാട് നോക്കി കന്യാസ്ത്രീയായി പോയത്. ദൈവഗീത അങ്ങനെ ആയിരിക്കും. இன்னைக்கு மாட்டு சந்தையில இருந்து ஒரு மாடு கூட வெளியே போக கூடாது. ஏன் தெரியுமா? ரம்ஜான் பண்டிகையும் ஈஸ்டர் பண்டிகையும் ஒன்னா வருது. நம்மளை நம்பி இருக்கிற கேரளா கஸ்டமர்ஸ்க்கு மொத்த மாடும் போய் சேர்ந்தாகணும். இல்லன்னா நம்ம கஸ்டமர்ஸ் எல்லாம் ஆந்திரா போயிடுவாங்க, நம்ம எங்கேயாவது போக வேண்டியதுதான். நீங்க கவலைப்படாதீங்கப்பா, இந்த சந்தைக்குள்ள மாடு வாங்குறதுக்குன்னு ஒரு ஈக்காக கூட உள்ள நுழைய முடியாது. அந்த அளவுக்கு நான் பண்ணி வச்சிருக்கேன். சாபாஷ். சின்ன கவுண்டன்னா சின்ன கவுண்டர் தான். ஏன் புள்ளையாச்சே. என்னடா யாருமே வரமாட்டானுங்கன்னு சொன்ன? தொம்மிச்சுன்னு அவன் பிள்ளைங்கள வரானுங்களே. சும்மா பார்க்க வந்திருப்பானுங்க. പെട്ടരുത് പെട്ടരുതെന്ന് ഇവരെ അറിഞ്ഞിരുന്നു. இது ஓங்காலையா? அவங்க பல்லு காமிக்கடா, நல்லா காமிக்கடா. எனக்கு என்னமோ சந்தேகமா இருக்கு. தொம்மிச்சுன்னு அவன் பசங்களும் சந்தையில நம்ம கிட்ட போட்டி போட வந்திருக்கிறானுங்க. இப்போ ஏலத்தை ஆரம்பிக்க போறேன். முதல்ல மாட்டுப்பட்டியில இருந்து அழைச்சிட்டு வந்த மாட்டுப்பட்டி துரசாமியோட 500 மாடுகளை ஏலம் விட போறேன். 50,000 ரூபாய். 75,000 ரூபாய். 75,000 ரூபாய். 1 லட்சம். 1 லட்சம். 1 லட்சம் ரூபாய். 1 லட்சம் ரூபாய். 1,25,000 ரூபாய். 1,25,000 ரூபாய். 1,50,000 ரூபாய். 1,50,000 ரூபாய். 1,75,000 ரூபாய். 1,75,000 ரூபாய். ഇനി നീ വിളി. 2 ലക്ഷം. 2 லட்சம். ஏண்டா பரதேசி பசங்களா, இங்க வந்து என்கிட்ட போட்டி போடுறீங்களா? കൗണ്ടറേ, ഞാൻ പരദേശിയാ, സമ്മതിച്ചു. നീയും പരദേശിയാണേ. നിന്റെ ഊര് പൊള്ളാച്ചിയല്ലോ, ആണോ? അല്ല. എടോ, നീയും വെളിനാട്ടുകാരൻ താനേ. അന്ത ഉനക്ക് എന്നെ പരദേശിന് കൂപ്പിട என்ன അവകാശം? சொல்லு. வேணும்னா ஒரு மைக்கு தரேன், அதை வச்சுக்கிட்டு ஊரெல்லாம் போய் சொல்லு, நான் இந்த ஊர் ஆள் இல்ல, வெளியூர் ஆளுன்னு. டேய், நான் ரோட்ல பொறுக்கியா இருந்து ரவுடியா இருந்து அப்புறமா தான் இந்த லெவலுக்கு வந்தேன். என்ன வெறுப்பேத்தின மறுபடியும் நான் ரவுடி ஆயிடுவேன், ஜாக்கிரதை. എടോ കൗണ്ടറേ,
ഞാൻ നല്ല തറവാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കാൻ വേണ്ടി ഈ ചന്ത വന്ന് സകല അരികിടയും പഠിച്ചിട്ടാ നിൽക്കുന്നത്. ഓ തോന്നും ஞாபகம் வச்சுக்கோ. டேய், நீ ஏலத்துல எடுத்த ஒரு மாடாவது இன்னைக்கு சந்தையை விட்டு வெளியே போச்சுனா நான் என் மீசி எடுத்துக்கிறேன்டா. അയ്യേ അത് വേണ്ടല്ലേ ഈസി എടുത്താ മോന്ത കാണാൻ പരമ ബോറായിരിക്കും. ലുക്ക് മാറും പോയാ എന്നാ പെരിയ இங்க வாங்களேம்மா. நான் கத்திரிக்காய் இங்க பாருங்க, லட்டு லட்டு மாதிரி இருக்கு. இங்க வாங்க அக்கா. இங்க பாருங்க கத்திரிக்காய் பாருங்க எப்படி இருக்கு. இங்க வாங்க அக்கா. இந்தாங்க அக்கா. நான் இஞ்சி பாருங்க எப்படி இருக்கு. மண்ணுல வச்சிக்கலாம் போல. இங்க வாங்கம்மா. வாங்க. நான் எட்டனா கூறு. அம்மா வாங்க இங்க வாங்க. அக்கா. പച്ചാപ്പി ഓ ഇതാര് അൽഫോൻസ് ആന്റിയോ? ഇത് എവിടെ നിന്ന് വരുന്നു? കമ്മിങ് ഫ്രം ഗോവ. അച്ഛാ നോട്ട് അച്ഛ. ഏ, യാ അയ്യോ ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ. ആന്റി ആകെ മാറിയിരിക്കുന്നല്ലോ. യാ എവിടെയാ മൈ ബ്രദർ? ആര്? എന്റെ ആങ്ങളെ തൊമ്മിച്ചൻ. ആ ദാണ്ട ഇരിക്കുന്നു. ഗോവ. ഗോവ നമുക്ക് പോവാ. അപ്പൊ എണ്ണം തെറ്റി ചെയ്തല്ലേ? മൈ ബ്രദർ. ചേച്ചി, മക്കളെ നിങ്ങളുടെ അൽഫോൻസ് ആന്റി ലാൻഡ് ചെയ്തടാ ഫ്രം ഗോവ. ചേച്ചി വരുന്ന വഴിയാണോ? ജസ്റ്റ് കമ്മി. നീ സൺസ് ഇവിടെ ഉണ്ടാവും എനിക്കറിയാൻ. എടാ തങ്കച്ച, എന്തൊക്കെയുണ്ടോ മോനെ വിശേഷം? അയ്യോ തങ്കച്ചനല്ല ആന്റി, റോഹിച്ചൻ. റോഹിച്ചൻ. എടാ ഉമ്മച്ച, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ആന്റി സണ്ണിച്ചല. ഓ സണ്ണിച്ചനാ, എന്തൊരു മറവി. ആന്റിക്ക് മറവിയല്ലേ? അതേടാ എന്റെ പാപ്പച്ച. ആന്റി ഞാൻ പാപ്പച്ചനല്ല, കറിയാച്ചൻ. അറിയ ടോട്ടൽ കൺഫ്യൂഷൻ. ഓ എന്തൊരു ടേസ്റ്റി, വല്ലാത്തതാ. ആ എടാ കൊച്ചാപ്പേ, പോയി സർബത്ത് വിളിച്ചിട്ട് വേണം. അയ്യോ എനിക്ക് സർവത്ത് വേണ്ട, എനിക്ക് ഫ്രഷ് ലെമൺ. ലെമൺ കിടയാതെ ആ. ജ്യൂസ് എന്തെങ്കിലും അവിടെ പോയി പോടാ. ആന്റി ഡാനി വന്നില്ലേ? അവൻ അവിടെ ഉലകം ചുറ്റും വാലിബനായിട്ടേ അടിപിടി കൂടി നടക്കുക. അല്ലേ ചേച്ചി, അവന് ഗോവയിൽ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ? അവിടെ വന്നപ്പോ ഒന്നും കൂടി. ആര് ചോദിക്കാൻ? അവനവിടുത്തെ ഗോവനാഥല്ലേ. ഓ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളത്തിലാണ് വെള്ളിട്ടിട്ട് വരുന്നത്. അതെ, ഇടയ്ക്ക് വിരലൊന്ന് മുറിഞ്ഞു. അപ്പൊ ഡാക്ടറെ കാണിച്ചപ്പോ ഡാക്ടർ ശരിയാച്ചി തണുത്ത വെള്ളത്തിൽ എപ്പോമേ വിരല് മുക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കീറുന്നുണ്ടല്ലോ. ഇനിയും വെടുപ്പില്ലാത്തൊരു എന്തു. നോ പ്രോബ്ലം, ഞാൻ കുടിച്ചോളാം. ഡ്രിങ്ക്. അപ്പച്ചാ ബെസ്റ്റ് സിസ്റ്റർ.